കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും രക്തപങ്കിലമായൊരു മുടിഞ്ഞ രാത്രിയിൽ മുഖത്തടക്കമേറ്റ 51 വെട്ടിൽ ചീറ്റിയ ചോരകനച്ച ഓർമ്മകളുടെ നീറ്റിൽ ഒരിക്കൽ കൂടി നാടിന്റെ മനസാക്ഷിക്ക് വേദനിച്ച ദിവസമാണ്. അപ്പീൽ നൽകി 10 വർഷങ്ങൾക്കിപ്പുറം ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി 4 മടക്കി. വിചാരണ കോടതി വെറുതെ വിട്ട് 2 പേരെ കൂട്ടി പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തലാണ് നീതിപീഠം. അന്ന് വടകരയിലും ഒഞ്ചിയത്തും ഏറാമലയിലും ടി പി ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ ഒരു പുതിയ പാർട്ടി CPM-ന്റെ അടിത്തറ ഇളക്കി തുടങ്ങിയ കാലം, പതിറ്റാണ്ടുകളുടെ ആധിപത്യം അവസാനിപ്പിച്ച് വടകര ലോക്സഭയിൽ CPM മൂക്കുകുത്തിയ തുടർച്ചയിൽ ഒരു പ്രകോപന കാലത്ത് ചന്ദ്രശേഖര നിന്നെ വെള്ളപുതപ്പിച്ച് കിടത്തുമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂക്കല പോലെ റോഡിൽ തെറിക്കുമെന്നും വിഷം തുപ്പിയൊരു നേതാവാണ് KK കൃഷ്ണൻ. അയാളടക്കം ജ്യോതിബാബുവും നേരത്തെ പ്രതിപട്ടികയിലുള്ള പാനൂർ പാർട്ടിയുടെ എല്ലാമായിരുന്ന PK കുഞ്ഞനന്ദനും KC രാമചന്ദ്രനും അടക്കം ആ രാഷ്ട്രീയ ചോരയുടെ കറപുരുണ്ട CPM നേതാക്കളുടെ എണ്ണം 4 ആണെങ്കിൽ ഉറ്റവർക്കൊന്ന് നോക്കാൻ പോലുമാകാത്തവണ്ണം മുഖം വെട്ടിക്കീറിയ നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ മോട്ടീവിലേക്കുള്ള പ്രത്യക്ഷ സൂചനയാണ്. അന്ന് കോടതി കുറ്റവാളിയെന്ന് കണ്ടെത്തിയിട്ടും പാർട്ടി അന്വേഷണത്തിൽ കുറ്റക്കാരനല്ല എന്നൊരു നീതിയില്ലാ ന്യായത്തിൽ മരണം വരെയും മരണം കഴിഞ്ഞും കുഞ്ഞനന്ദന് 101% CPM പിന്തുണ. എന്നിട്ടും ആ നരമേധത്തിൽ പാർട്ടിക്ക് ആലുവ മണപ്പുറത്ത് പോലും ബന്ധമില്ല ഇന്നും പറയലാണ് MV ഗോവിന്ദൻ. ആ കാളരാത്രിയിൽ ഒറ്റവെട്ടിന് ജീവനെടുക്കാതെ പല വെട്ടുകളിൽ അരിഞ്ഞിട്ട് അധമക്രിക്ക് ശേഷം ആ കില്ലർ സ്ക്വാഡ് അന്ന് വലിഞ്ഞു കയറുന്നുണ്ട് മുടക്കോഴി മലയിലെ പൊനത്തിലേക്ക്. കണ്ണൂരിൽ CPM കോട്ട തില്ലങ്കേരിയിൽ പാർട്ടി അറിയാതെ ഈച്ച പോലും കയറാത്ത മുടക്കോഴി മലയിൽ ദിവസങ്ങളോളം ആ കൊടും കുറ്റവാളി ഒളിച്ചിരുന്നത് ആരോരും അറിയാതെയാണെന്ന് പറയല്ലേ, ദഹിക്കാവതല്ല. ഇനി പാർട്ടി അധികാരത്തിലേക്ക് എത്തിയ നാൾ മുതൽ കല്യാണങ്ങൾക്കും പാലുകാച്ചിനും നൂലുകെട്ടിനും അടക്കം ആ ഗുണ്ടാപ്പടക്ക് ഇഷ്ടം പോലെയാണ് പരോളുകൾ, ആനുകൂല്യങ്ങളുടെ ഘോഷയാത്ര. അതിലൊരുത്തന്റെ കല്യാണത്തിന് ആശീർവദിക്കാൻ MLA, വയനാട്ടിലെ റിസോർട്ടിൽ ലഹരി പാർട്ടി, തടവറയ്ക്കുള്ളിൽ ഫോൺ ഉപയോഗം, സ്വർണ്ണക്കടത്ത് ഏകോപനം, ജയിൽ മാറ്റമടക്കം ആ തടവറക്കാലം ഗുണ്ടകൾക്ക് സുഖവാസകാലമാക്കിയെങ്കിൽ പ്രതിപക്ഷം പറയുന്നു അതാ കൊലയാളികളുടെ നാവിൻ തുമ്പിൽ നേതാക്കളുടെ പേര് പുറത്തേക്ക് തെറിക്കാതിരിക്കാനുള്ള ഹഫ്ത. ഒരു തരത്തിലും TPയുമായി ബന്ധമില്ലാത്തൊരു ഹാർഡ് കോർ കുറ്റവാളി കൂട്ടത്തെ ഇറക്കി നടത്തിയ കൊലപാതകത്തിന് ഏകോപനമുണ്ടെന്നും ഗൂഢാലോചനയ്ക്ക് ഒരു തലച്ചോറുണ്ടെന്നും പറയുന്നുണ്ട് KK രമ. നക്സൽ വർഗീസിനെ ചുട്ടുകൊന്ന ഒരു പാതകി പതിറ്റാണ്ടുകൾക്കിപ്പുറം കേരളത്തിന് വെളിപ്പെട്ടെങ്കിൽ രമ പറയുന്നത് സത്യമാണെങ്കിൽ കാലമാണ് സത്യം. ആ കാലൻ പേര് നാളെത്ര കഴിഞ്ഞാലും അനാവൃതമാകും. അന്ന് ഇടതു മനസാക്ഷി ഒന്നാകെ തിരിഞ്ഞു നിൽക്കും, ദയാരഹിതം വിരൽ ചൂണ്ടും. ധീരനായൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോര തെരുവിൽ ചിന്തിയ നീയാണ് ഒറ്റുകാരൻ, കുലം കുത്തി നീയാണ്.